ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അമ്മ സംഘടനയിലെ പവർ ഗ്രൂപ്പിനെതിരെയുമുള്ള പ്രസ്താവനകളിൽ നടി ശ്വേതാ മേനോന് രൂക്ഷമായ മറുപടിയാണ് നടി ഉഷ. അമ്മയുടെ ഫണ്ടിൽ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന ആരോപണം നേരിടുന്ന ശ്വേതാ മേനോനും കുറ്റാരോപിതയാണെന്നും സംഘടനയുടെ തലപ്പത്തിരിക്കാൻ അവർക്ക് യാതൊരു യോഗ്യതയുമില്ലെന്നും ഉഷ കുറ്റപ്പെടുത്തി. ശ്വേതയും ഭരണസമിതിയും അവതരിപ്പിച്ച വ്യാജ കണക്കുകളും റിപ്പോർട്ടുകളും സംഘടനയിലെ അംഗങ്ങൾക്ക് സ്വീകാര്യമല്ലാതെ വന്നപ്പോഴാണ് നിവൃത്തിയില്ലാതെ രാജിവെച്ച് ഇറങ്ങേണ്ടി വന്നത്. സംഘടനയിലെ അംഗങ്ങളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്വേതാ മേനോൻ ശ്രമിക്കുന്നത്. ജൂലൈ 27-ന് കാര്യങ്ങളിൽ വ്യക്തത വരുത്തുമെന്നും അമ്മയുടെ തലപ്പത്ത് ആരു വരണമെന്ന് തീരുമാനിക്കാൻ സംഘടനയിലെ അംഗങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നും ഉഷ സാമൂഹ്യമാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. ശ്വേതയുടെ പേര് വയ്ക്കാതെ അടർക്കളത്തിലെ അഭിമന്യു എന്ന സംബോധന ചെയ്തുകൊണ്ടാണ് ഉഷ കുറിപ്പ് പങ്കുവച്ചത്. ഉഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഝാൻസി റാണി ചമയാതെ അടർക്കളത്തിലെ അഭിമന്യു. ഞാൻ ഉള്ളപ്പോൾ കുറ്റാരോപിതരാരും അമ്മയുടെ തലപ്പത്ത് വരില്ല എന്നുള്ള അഭിമന്യുവിൻ്റെ പ്രസ്താവന കണ്ടു. തലപ്പത്ത് വരണമെന്ന് ഇവിടെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. കുറ്റാരോപിതരായവരാരും അല്ലാത്തവരുമായ ആരും തന്നെ നിങ്ങൾ തലപ്പത്ത് നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾ അവതരിപ്പിച്ച കള്ളക്കണക്കും റിപ്പോർട്ടും സംഘടനയിലെ അംഗങ്ങൾക്ക് സ്വീകാര്യമല്ലാതെ വന്നപ്പോൾ നിവൃത്തിയില്ലാതെ വന്നു. അതാണ് സത്യം. ആ സത്യത്തെ എത്ര കള്ളം കൊണ്ട് മൂടിവെച്ചാലും ഞങ്ങൾ അംഗങ്ങൾക്ക് അതറിയാം. അഭിമന്യു എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? കോടതിയിലെ തെറ്റിദ്ധരിപ്പിച്ചത്. 27-ാം തീയതി ഞങ്ങൾ തിരുത്തിക്കൊള്ളാം. അമ്മയുടെ തലപ്പത്ത് വരേണ്ടത് ആരാണെന്നൊക്കെ തീരുമാനിക്കാൻ ഇവിടെ അംഗങ്ങൾക്കറിയാം. കുറ്റാരോപിതരായ അംഗങ്ങൾ ആരും തന്നെ തലപ്പത്ത് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് അതോർത്ത് വേവലാതിപ്പെടുന്നത്? പിന്നെ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുറ്റാരോപിതരായ ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ്. അമ്മയുടെ ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന ശക്തമായ ആരോപണമാണ് നിങ്ങൾക്കെതിരെ ഉള്ളത്. അപ്പോൾ പിന്നെ അമ്മയുടെ തലപ്പത്തിരിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ ശ്രമിക്കല്ലേ അഭിമന്യു. എത്ര കാലം ഇങ്ങനെ കള്ളം പറഞ്ഞ് മാത്രം നിലനിൽക്കാൻ സാധിക്കും? ഒരുപാട് കാലമൊന്നും ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല. അതോർക്കുന്നത് നന്ന്. ഒരുപാട് അങ്ങ് നിഗളിക്കല്ലേ അടർക്കളത്തിലെ അഭിമന്യു.